വിരുന്നാര് വന്നാല് പത്തിരി ഉണ്ടാക്കും. അന്ന് ഭയങ്കരമാണ് പത്തിരി, ഭയങ്കര ഇറച്ചിയും പത്തിരി എന്നല്ല പറയാ. മഞ്ഞ് ഉണ്ടാവുമല്ലോ അന്നൊക്കെ. അവൾക്ക് വൈകുന്നേരം കണ്ടാൽ കിടക്കും മഞ്ഞ്, ആളെ അറിയാത്ത നിറ മഞ്ഞ് ആൾക്കറിയില്ലേ? നിങ്ങളൊക്കെ പിന്നെ അയ്യേ. എന്നിട്ട് മുറ്റത്തുനിന്നാ ചോറുണ്ണ. മിറ്റൊക്കെ തളിച്ച് നല്ല വൃത്തിയാക്കില്ലേ? എന്നാ എല്ലാരും ആങ്ങളമാരൊക്കെ ഉണ്ടാവും. എല്ലാരും കൂടിയിട്ട് വട്ട അളഞ്ഞ് കുത്തുന്നിട്ട് ഇല മുറിക്കും. ഇല മുറിച്ചിട്ട് ഇലയിലാണ് ചോറൊക്കെ വിളമ്പി, കൂട്ടാനൊക്കെ വിളമ്പി, മീനൊക്കെ വിളമ്പി. അത് രാവിളിച്ചുണ്ടാവും. രാവിളിച്ചം നല്ല സുഖ, നല്ല കാറ്റും. വേറെ പൊടിയൊന്നും വഴിയില്ലല്ലോ. മിറ്റൊക്കെ തളിച്ച് നല്ല വൃത്തിയാക്കിയിരുന്ന എല്ലാരും വട്ട അളഞ്ഞ തിരിച്ച് അതിൽ അച്ഛണ്ടാവും, മക്കളൊക്കെ ഉണ്ടാവും, എല്ലാരും ആങ്ങളാരൊക്കെ ഉണ്ടാവും, അമ്മ ഞാന് എല്ലാരും ഉണ്ടാവും. എന്നിട്ട് വട്ട അളഞ്ഞത് കഴിക്കുമ്പോൾ എന്തൊരു രസം അറിയാൻ. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കും. ഇപ്പൊ ഇങ്ങനെയാണ് സ്ഥിതി. ടി വി കാണില്ല? അന്ന് ടി വി എവിടെയാണാവോ? ടി വി എന്തൊക്കെ മേടിക്കാണ്ടല്ലേ. ഇന്നെന്താ വാങ്ങാന്നറിയോ? അൽഫാം. അയച്ചോ? ഐസല്ല, അൽഫാം. ഇപ്പം മന്തി. പന്നിയല്ല, മന്തി. അയ്യോ നല്ലത് പറഞ്ഞോണ്ട, ചെറുത് വയ്യ പറയാ. ഷവായ. ഇടയ്ക്ക് ഇവിടെ വാങ്ങലില്ലേ? വലിയൊരു കഷ്ണം വാങ്ങലില്ലേ? ഷവായ. അപ്പൊ വളർത്തുണ്ടാക്കിയ കോഴീനെ കൊല്ലുമ്പോ സങ്കടാവില്ലേ? പിന്നെ എത്ര നമ്മൾ പത്തിനാക്കണോ? വിൽക്കുമ്പോ പൈസ ഒന്നും കിട്ടില്ല. അങ്ങനെ ഇത്ര പോകുന്ന ഒരു പൂവൻ കോഴിക്ക് റുപ്യ 50 റുപ്യ, 50 റുപ്യ, 25 റുപ്യ. എങ്ങനെയാണ്?